ശരിക്കും പറഞ്ഞാൽ ബ്രോയിനെ നമ്മൾ വാങ്ങിച്ചതാണ് അതെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഈ കഥ വന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ഇനി ഒരു നായ്ക്കുട്ടീനെ എവിടെ നിന്ന് എങ്ങനെയെന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് തീരുമാനിച്ച് നമുക്കൊരെണ്ണത്തിനെ വാങ്ങാം. എന്നിട്ട് അതിന് 6 മാസമുള്ളൊരു ഒരു നായ്ക്കുട്ടിനെ വാങ്ങിച്ച് അതിന് ബ്രോ എന്ന് പേരിട്ട് അതിന് ബ്രോ എന്ന് വിളിച്ചാണ് അതിന് അങ്ങനെയാണ് ഇവന്റെ ഒരു വരവ്. ബാക്കിയെല്ലാം മറ്റുള്ള ഒരുപാട് ട്രെയിൻ ഡോഗ്സ് ആണ് ശരിക്കും പറഞ്ഞത്. ഇത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവന്റെ വരവ്, ഈ ഒരു സിനിമയിലേക്ക് വേണ്ടി. പക്ഷെ അത് ഭയങ്കരമായിട്ട് അതങ്ങ് ഫ്രം ദ ബിഗിനിങ് തുടങ്ങിയിട്ട് ബൈക്കിന്റെ പുറകിൽ നിന്ന് വരിക, ബൈക്കിൽ ചാടി കയറുക എന്നൊക്കെ പറയണത് നല്ല ടാസ്കുള്ള പരിപാടികളാണ്. അതെ, അതൊക്കെ അത്ര സൂപ്പറായിട്ട് ചെയ്തിരിക്കുന്നത്, നന്നായി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു നമ്മുടെ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ സിനിമ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ സംസാരിക്കുന്നത്. അതിൻ്റെ സക്സസിനെ കുറിച്ച് ഇന്നിപ്പം എല്ലാവരും സിനിമ കാണുന്നവർ അവരുടെ വീടുകളിലിരുന്നോലോ ഫ്രണ്ട്സിൻ്റെ ഇടയിലിരുന്നോട്ടോ ഒക്കെ എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, എടാ നീ പുതിയ മൂവി കണ്ടോ, അങ്ങനെ എല്ലാവരും സംസാരിക്കും. ഞാൻ വേറൊരു നമ്മുടെ ഇൻഡസ്ട്രി തന്നെയുള്ള വേറൊരു പ്രമുഖനായ ഒരു നടൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടിറങ്ങിയ അതോടെ നിർത്തണം സിനിമയുടെ. അതിൻ്റെ സക്സസ്സോ അല്ലെങ്കിൽ ആ മൂവി ഫെയിലിയർ ആയാലോ അത് നമ്മുടെ പിന്നീടുള്ള നമ്മുടെ ഡൈനിങ് ടേബിളിലേക്കോ നമ്മുടെ ഒരു റൗണ്ട് ടേബിൾ ഒരു സംസാരത്തിനിടയിലേക്കോ ആ സിനിമ കൊണ്ടുവരരുത്. അത് കഴിഞ്ഞു എന്ന് വെക്കണം എന്ന് ഒരാളുടെ ഒരു ഒപ്പീനിയൻ ഞാൻ കേട്ടിട്ടുണ്ട്. ദിലീപേണ്ണെ സംബന്ധിച്ച് ദിലീപേണ്ണ എങ്ങനെയാണ് തോന്നുന്നത്? ഇല്ല, അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയുടെ പരാജയവും വിജയവും ഒക്കെ നമ്മുടെ മനസ്സിനെ തൊടുന്ന കാര്യം തന്നെയാണ്. വിജയം എന്ന നമ്മൾ ആ ഒരു എവറി ഫിലിം എന്ന് പറയുന്ന എനിക്കൊരു മിഷൻ പോലെയാണ് ഞാൻ കാണുന്നത്. ആ മിഷൻ സക്സസ് ആവാം, ഫെയിലിയർ ആവാം, പക്ഷെ നമ്മൾ 100% അതിനുള്ള ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഫെയിലിയറായ സങ്കടം ഉണ്ടാവും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം മലയാള സിനിമ നമ്മൾ ഒരുപാട് കാണുമ്പം ചില സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ആ ഒരു ആക്ടർ ചെയ്യുന്നത് തന്നെയായിരിക്കും ചിലപ്പോൾ നല്ലത്. പക്ഷെ എന്നിരുന്നാൽ പോലും ചില സിനിമകളിൽ ആ ആക്ടർ ഇല്ലെങ്കിൽ വേറൊരു ആക്ടർ ചെയ്താലും ആ സിനിമയിലെ ആ ക്യാരക്ടറിന് ഓക്കെ ആയിരിക്കും എന്ന് നമുക്ക് തോന്നാറുണ്ട് ചില സിനിമകളിലെങ്കിലും ഒക്കെ. പക്ഷെ ദിലീപേട്ടൻ ചെയ്ത സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം, അവിടെ ദിലീപേട്ടനെ അല്ലാണ്ട് വേറൊരാൾ ഇല്ലെങ്കിൽ ആ സിനിമ അത് ഇപ്പം ഈ പവിയിൽ ദിലീപേട്ടൻ ഇല്ലെങ്കിൽ ഇപ്പൊ ദിലീപേട്ടൻ സിനിമ അഭിനയം നിർത്തി ഞാൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഇതിന് പകരം വേറൊരാൾ ഇല്ല ചെയ്യാൻ. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. കാരണം ഇത് ദിലീപ് എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ് ദിലീപേട്ടൻ ചെയ്തു വെച്ച റോളുകളെല്ലാം. അതൊക്കെ എങ്ങനെ ദിലീപേട്ടൻ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സിഗ്നേച്ചർ അത് പ്ലേസ് ചെയ്യാൻ നമ്മൾ നോക്കൂലോ. വേറെ ആർക്കും ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സംഭവമേ അത് അല്ല. നമ്മൾ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ശ്രമങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ എന്നെ ജഡ്ജ് ചെയ്യുന്ന എൻ്റെ ഡയറക്ടേഴ്സ്, ഞാൻ ഒറ്റയ്ക്കല്ല ഇതാവുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ആക്ഷൻ കണ്ടിന്യൂറ്റിയും ആക്ടിങ് കണ്ടിന്യൂറ്റിയും ഒക്കെ ഇങ്ങനെ ഫോളോ ചെയ്ത് അതൊക്കെ എൻ്റെ ഉത്തരവാദിത്തങ്ങളാണ്. അതിലൂടെ പോകുമ്പോൾ അത് കറക്റ്റാണോ ഇല്ലേന്ന് പറയുന്ന ആൾക്കാരും കൂടി കറക്റ്റ് ആവുക എന്ന് പറയില്ലേ. അപ്പോൾ എൻ്റെ മാത്രമല്ല, ഇതിൻ്റെ ഡയറക്ടർ, ഇതിൻ്റെ റൈറ്റർ, ഇതിൻ്റെ ക്യാമറമാൻ എല്ലാവരും ചേരുന്ന വലിയൊരു ടീം വർക്ക് ഉണ്ടല്ലോ. അതിനപ്പുറം ആ ഒരു വിധിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക്. പിന്നെ ഞാൻ കഴിഞ്ഞ സിനിമകളിലും നമ്മൾ ഓരോ സിനിമകളിലും കലാകാരൻ എന്നുള്ള രീതിയിൽ പല വഴിക്കും പല രീതിയിലൊക്കെ നമ്മൾ വരാൻ നോക്കും. പക്ഷെ എല്ലായിടത്തും ആ ദിലീപിന്റെ സിഗ്നേച്ചർ ഉണ്ടല്ലോ, അതൊക്കെ സിഗ്നേച്ചർ ക്യാരക്ടർ അതൊക്കെ അങ്ങനെ തന്നെയാണ്. ഇനിയും അതുപോലത്തെ സിഗ്നേച്ചർ ക്യാരക്ടർ ദിലീപേണ്ണെ ചെയ്യാൻ പറ്റട്ടെ. ഞാനൊരു ചെറിയ ഒരു കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നിമിഷങ്ങളിലേക്ക് നമുക്ക് പഴയ കുറച്ച് കാര്യങ്ങൾ അയവിറക്കാൻ പറ്റുന്ന കുറച്ച് നല്ല ആ ഒരു സെഗ്മെന്റിലേക്ക് ഞാൻ പോവാണ് കേട്ടോ. അതായത് വേറൊന്നുമല്ല, ഇത് നോക്ക്, ഫേവറേറ്റ്സ് വിത്ത് ദിലീപേട്ടൻ. അതായത് ദിലീപേട്ടൻ തന്നെ ഇതിനകത്ത് ഓരോരുത്തരുടെയും ഇത് നമ്മൾ ഓരോരുത്തരുടെയും ഫോട്ടോ ആണല്ലോ, ഈ ഓരോന്നും എടുക്കുക, അവരുമായിട്ടുള്ള ദിലീപേട്ടനെ ഷെയർ ചെയ്യാൻ പറ്റും നിന്ന് ദിലീപേട്ടൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഏറ്റവും നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് അതേതാന്ന് പറയാം. അത്രേ ഉള്ളൂ സംഭവം. ഓരോന്നും എടുത്തിട്ട് ആരാന്ന് നമ്മുടെ ക്യാമറയിൽ ഒന്ന് കാണിച്ചാൽ മതി. ഓരോന്നും ഇങ്ങനെ പോവാം. ആദ്യം എടുക്കണം ആരുടെ ഫോട്ടോ? ഞാൻ ഇന്നസെന്റ് ഏട്ടന്റെ ഫോട്ടോ ആണ് ഫസ്റ്റ്. ഏറ്റവും നല്ല ഫേവറേറ്റ് ആയിട്ടുള്ള മൊമെന്റ് എന്തായിരുന്നു? ഞാൻ അപ്പച്ചെന്നാ വിളിക്കണേ. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്താണ് വന്നത് എന്ന് വെച്ചാൽ എന്നെ അറിയപ്പെട്ടത് അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്ത് തന്നെയാണ്. അതിനുശേഷം ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും പേഴ്സണലിയും എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും എനിക്കൊരു എന്താ പറയുക, ഒരു ഗൈഡ് എന്നൊക്കെ പറയില്ലേ, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കൊരു നമ്മളെ മുന്നിലേക്ക് നയിക്കാന്ന് വെച്ചാൽ
എനിക്ക് ഭയങ്കര എനർജി ആയിട്ടുള്ള ഒരാളായിരുന്നു ഓക്കെ. എന്നേട്ടൻ. ഇപ്പോഴും നമ്മൾ കറക്റ്റായിട്ട്, കാരണം അത്രയും ഞാൻ ലൈഫിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. എടുത്തു പറയേണ്ട ഒരാളാണ്, ലെജൻഡാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ എല്ലാ സ്ഥലത്തും പുള്ളീനെ കാണാമെന്ന് പറയില്ല. എന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരു കാഴ്ചപ്പാടിൽ, പുള്ളിയുടെ രീതി തന്നെ പുള്ളി പറയുന്നത് ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന ആളെ സാഹിത്യകാരന്മാരുടെ ലോകത്തും ഇരിക്കണ കാണാം, എഴുത്തുകാരുടെ, കവിക്കാരെ, അതൊക്കെ എല്ലാ കലാരെങ്കിലും പുള്ളി കാണാം. രാഷ്ട്രീയക്കാരെ നോക്കി MP ആയിട്ടിരിക്കുക അവിടെ കാണാം. ഈ എല്ലാ തലത്തിൽ നിന്ന് ഇത്രയും ആളുകളെ മേച്ച് അമ്മയുടെ പ്രസിഡന്റായിട്ട് എത്രയോ കാലമായിട്ട് അപ്പൊ എല്ലാ സ്ഥലത്തും നമ്മൾ നേരത്തെ പറഞ്ഞ സിഗ്നേച്ചറില്ലേ ഉണ്ടാക്കി വെച്ച ഒരു വലിയ ഒരു പ്രസ്ഥാനമാണത്. ഇത് അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും ആ ശബ്ദം. മറ്റത് മിക്ക ദിവസവും കേട്ടിരുന്ന ശബ്ദം അത് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വിഷമം. തീർച്ചയായിട്ടും നഷ്ടപ്പെടാൻ വെച്ചാൽ നമ്മളെ വിട്ടേക്കും പോവില്ല. നാദിർഷ, ഇതിനെ പറ്റി ഞാൻ എന്താ പറയണേ? പിന്നെ ഇതിനെക്കുറിച്ച് നമ്മുടെ കൂടെ ദിലീപേട്ടൻ എന്ന് പറയുമ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ മതി, അങ്ങനെയാണ് എല്ലാവരും പറയുള്ളൂ. അതെ, ദിലീപേട്ടൻ തന്നെ. കാരണം എനിക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള എൻ്റെ സുഹൃത്താണ്. കാരണം മിടുക്കനാണ്. ഇവനെ കാണാൻ വേണ്ടി ഞാൻ പുഴ വരെ നീന്തിയിട്ടുള്ളതാണ്. എന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് പറയാം, നിന്നെ കാണാൻ വേണ്ടി ഞാൻ എൻ്റെ ലൈഫ് വെച്ച് കളിച്ചാണ്. എന്തിനായിരുന്നു, എന്തിൻ്റെ കേടാണ്. അതൊക്കെ തമാശക്ക് പറയാറുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് കുറേ കാലമായിട്ട് ബിസിനസ്സുകളും, ഞാൻ ബിസിനസ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് കലാരംഗത്ത് ഇതുള്ളൂ. എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നതിൽ ഒരാളവനാണ്. അതുപോലെ തന്നെ ഞങ്ങൾ 3 പേരും ഭയങ്കര ഇതായിരുന്നു. ഞാനും നാദിർഷയും മണിയും. അതിൽ ഞങ്ങളുടെ ചങ്കൂറ്റായിരുന്നു മണി. ഞങ്ങൾ ഷോസ് പോവുകയാണെങ്കിൽ ഞാൻ ഇവനില്ലാണ്ടെങ്കും, ഞാൻ എന്നും മിമിക്രി തുടങ്ങി ആ കാലം മുതൽ എവിടെയെങ്കിലും ഷോ പോകണമെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോവുള്ളൂ. അങ്ങനെ കുറേ എൻ്റെ ഫാമിലി അവൻ്റെ ഫാമിലിയൊക്കെ ഒരേ ഇതിൽ പോകുന്ന മക്കളാണെങ്കിലും ഒക്കെ അങ്ങനെ ഉള്ളതാണ്. ഞാൻ എന്താണെന്ന് അവനും അറിയാം, അവൻ എന്താണെന്ന് എനിക്കും അറിയാം എന്നൊക്കെ പറയുന്ന ഒരു അത് വേറെ എന്ന് പറയാ ഇമോഷണലി നമ്മളെ കുറച്ച് ഇതാക്കുന്ന കുറച്ച് ഇതല്ലേ. അടുത്ത ആരാ നോക്കാം നമുക്ക്. അതന്നെ ഞാനിപ്പോ എനിക്കത് ദിലീപേട്ടൻ പറഞ്ഞപ്പോ ഞാനത് മനസ്സിൽ വിചാരിക്കായിരുന്നു. മണി പോയത് നമുക്ക് ഗ്രേറ്റ് ലോസ് ആണ്. വിചാരിക്കാത്തൊരു വല്ലാത്തൊരു പോക്കെന്ന് പറയില്ല. ഞാൻ സല്ലാപത്തിന്റെ സമയത്ത് തുടങ്ങിയൊരു സൗഹൃദം എന്താണെന്ന് ചോദിക്കും. അതിന് മുമ്പ് എനിക്ക് മണീനെ അറിയാം, പക്ഷെ അത്ര അടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന് മുമ്പേ അടുപ്പമുണ്ടായിരുന്നു മണി നാദർശ്യം തമ്മിൽ, മിമിക്രിയിലൂടെയും. കാരണം ഇവർ ഒരുമിച്ച് ഒരുപാട് സ്റ്റേജ് ഷോയ്ക്കൊക്കെ പോയിട്ടൊക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു മണീനെ കാണുന്നത് ആലുവ പാലസിൽ വെച്ചിട്ടാണോ സംശയമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മണിയായിട്ട് ഒരു രീതിയിൽ കാണുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സല്ലാപത്തിൻ്റെ പൂജ നടക്കുന്ന ദിവസം മണി ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ പുറത്ത് കൈയൊക്കെ കെട്ടി ഇങ്ങനെ ആൾക്കാരുടെ കൂട്ടത്തിൽ നിൽക്കുന്നത്. എന്നിട്ട് ഞാൻ മണി എടുത്തതെന്ന് പറഞ്ഞു, മണി ഭയങ്കര ഒരു ശ്രദ്ധിക്കപ്പെടുന്ന വേഷമായിരിക്കും കേട്ടോ ഇതിലെ. ഞാൻ കഥ കേട്ടു, അപ്പോൾ മണിയുടെ കാര്യമൊക്കെ പറഞ്ഞു സാറ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്.